ബിഗ് ബോസ് 6ാം സീസണിൻ്റെ ഫൈനലിൽ എത്തുന്ന 5 പേരിൽ ഒരാൾ അഭിഷേക് ശ്രീകുമാറാണ്. ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചുകൊണ്ടാണ് അഭിഷേക് ഫൈനലിൽ എത്തിയത്. അതേസമയം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അഭിഷേകിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. അമ്മ മരിച്ചുപോയതിനെപ്പറ്റി പറഞ്ഞത് മുതലാണ് താരത്തിനെ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതേസമയം അഭിഷേകിൻ്റെ ഭാവി വധുവിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ബിഗ് ബോസിനകത്തു വച്ച് സഹമത്സരാർത്ഥിയായ ജാസ്മിനുമായിട്ടുള്ള സംസാരത്തിലാണ് തൻ്റെ സുഹൃത്തുക്കളെപ്പറ്റി താരം പറഞ്ഞത്. മാത്രമല്ല, സുഹൃത്തുക്കളിൽ ചിലർ പ്രപ്പോസ് ചെയ്തതിനെ പറ്റിയും താരം പറയുന്നു. അപ്പോൾ ഉടനെ നീയൊരു ബന്ധത്തിലേക്ക് ഉണ്ടാകില്ലെന്നാണോ പറയുന്നതെന്ന് ജാസ്മിൻ അഭിഷേകിനോട് ചോദിച്ചത്. കുറേ നാളത്തേക്ക് ഒരു ബന്ധത്തിലേക്കും പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചതാണ് എന്ന് അഭിഷേകും പറയുന്നു. എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ തന്നെ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അഭിഷേകിന് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞതിനെ പറ്റിയും ജാസ്മിൻ ചോദിച്ചു. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളും എനിക്കും റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ എന്നേ ആകാമായിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ പോകില്ല. എൻ്റെ ഒരു മിററാണ് അവൾ, അവളുടെ മിററാണ് ഞാൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കും അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയുന്നതാണ്. അവൾ ഒരാളെ വായി നോക്കിയാൽ പോലും ഞാൻ അറിയും. അതൊരു ബന്ധത്തിൽ വന്നാൽ ശരിയാകില്ല. ഞങ്ങൾക്ക് ആ രീതിയിലുള്ള സൗഹൃദമാണ്. ഇതല്ലാതെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇഷ്ടം പറഞ്ഞിരുന്നു. ബ്രേക്കപ്പായ സമയത്താണ് താല്പര്യമുണ്ട്, വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. നല്ല സാലറിയുമൊക്കെ ഉണ്ട്. എന്നോട് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന്. മാത്രമല്ല, അവളെ കാണാനും സുന്ദരിയായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് മുകളിലാണ്. ഞാനത് വേണ്ട എന്നാണ് പറഞ്ഞതെന്ന് അഭിഷേക് കൂട്ടിച്ചേർത്തു. ഇതെല്ലാം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? സെറ്റിൽഡ് ആകാത്തത് കൊണ്ടാണോ അതോ മുൻപത്തെ ഇഷ്ടം മനസ്സിൽ ഉള്ളതുകൊണ്ടാണോ എന്നും ജാസ്മിൻ ചോദിക്കുന്നു. അതല്ല, ഞാൻ സിംഗിൾ ലൈഫ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരാളിൽ ഒരു ആകർഷണമൊക്കെ തോന്നില്ലേ? അതുവരെ ഇങ്ങനെ പോകട്ടെ എന്നാണ് കരുതുന്നത്. നമ്മൾക്ക് പറ്റിയ ആള് ഈ പെൺകുട്ടിയാണെന്ന് തോന്നുന്നതുവരെ സിംഗിൾ ലൈഫിൽ പോകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലം കഴിഞ്ഞു തോന്നിയാൽ ഉറപ്പായും ഞാൻ പറയും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അറേഞ്ച്ഡ് മാരേജ് എന്ന നിലയിൽ ഞാൻ ചിന്തിക്കില്ല, അത് ചെയ്യില്ല. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്നെങ്കിലും ഒരാളെ മീറ്റ് ചെയ്യും. ഷീ ഈസ് ദി വൺ എന്ന് അപ്പോൾ നമ്മൾക്ക് തോന്നും. അല്ലാത്ത പക്ഷം ഉണ്ടാകില്ല. എൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ നല്ല കുട്ടികളാണ്. പക്ഷേ അവരോടൊന്നും എനിക്ക് അങ്ങനൊരു ഫീലില്ല. പിന്നെ ഞാൻ എന്തിനു നോക്കണം? അല്ലെങ്കിൽ ജീവിതം സെറ്റിൽഡ് ആവാൻ വേണമെങ്കിൽ എനിക്ക് നോക്കാം. കാണാനും നല്ലതൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല ജീവിതമെന്നും അഭിഷേക് പറയുന്നു.